വർക്കലയിൽ 19-കാരിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്താഴെയിട്ടത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് എഫ്ഐആർ. പെൺകുട്ടി നേരിട്ടത് ഷൊർണൂരിൽ സൗമ്യ നേരിട്ടതിന് സമാനമായ ക്രൂരതയെന്ന് സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. പെൺകുട്ടി യാത്ര ചെയ്തിരുന്ന കേരള എക്സ്പ്രസിൽ സുരക്ഷയ്ക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ച് കയറിയ പ്രതി സുരേഷ് കുമാർ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞത്. ആക്രമണത്തിനിരയായ പേയാട് സ്വദേശിനി ശ്രീകുട്ടി ട്രെയിനിലെ വാതിലിന് സമീപത്ത് നിന്ന് മാറിക്കൊടുത്തില്ലെന്നതിന്റെ വിരോധത്തിലാണ് നടുവിന് ചവിട്ടി താഴെയിട്ടതെന്നാണ് പ്രതിയുടെ ന്യായീകരണം. വധശ്രമത്തിനുള്ള വകുപ്പ് ചുമത്തിയാണ് പോലീസ് സുരേഷ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ട്രെയിനിലെ ശുചിമുറിക്ക് സമീപം നിന്ന ശ്രീകുട്ടിയെ ഒരു പ്രകോപനവുമില്ലാതെ പ്രതി ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളടക്കം മൊഴി നൽകിയിട്ടുണ്ട്. കുറ്റസമ്മതം നടത്തിയ ഇയാളെ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ തിരിച്ചറിഞ്ഞു. ശ്രീകുട്ടിയുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയെയും ഇയാൾ തള്ളിയിടാൻ ശ്രമിച്ചിരുന്നു. പെൺകുട്ടിയെ തള്ളിയിട്ട വിവരം യാത്രക്കാർ പോലീസിൽ അറിയിക്കുകയും പോലീസ് നടത്തിയ തെരച്ചിലിൽ അയ്യന്തിപ്പാലത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയുമാണ് ചെയ്തത്. ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടില്ലെന്നും വെന്റിലേറ്ററിന്റെ സഹായം നിലവിലില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. വർക്കലയിൽ ട്രെയിനിൽ പെൺകുട്ടി നേരിട്ടത് സൗമ്യ നേരിട്ട പോലെയുള്ള ക്രൂരകൃത്യമെന്ന് ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോഴും ട്രെയിനിൽ സുരക്ഷയില്ല. ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലും ജനറൽ കമ്പാർട്ട്മെന്റിലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുതെന്നും സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു. എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിന്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം പെൺകുട്ടി യാത്ര ചെയ്തിരുന്ന കേരള എക്സ്പ്രസിൽ സുരക്ഷയ്ക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. ട്രെയിനിൽ RPFന്റെയോ കേരള റെയിൽവേ പോലീസിന്റെയോ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. ക്രൈം പാറ്റേൺ അനുസരിച്ചാണ് പോലീസിനെ വിന്യസിക്കുന്നതെന്നും സാധാരണ കുറ്റകൃത്യങ്ങൾ നടക്കാത്ത ട്രെയിനിൽ പോലീസുകാരെ വിന്യസിക്കാറില്ലെന്നുമാണ് RPFന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.